സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി. സംസ്ഥാന ഭക്ഷ്യ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മന്റെ നേതൃത്വത്തിലാണ് ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ പരിശോധന നടത്തിയത്. ഇടമലക്കുടിയിലെ റേഷൻ വിതരണം സംബന്ധിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ റേഷൻ കടകളിൽ അടിയന്തര പരിശോധനയും ആദിവാസി കുടികളിൽ സന്ദർശനവും നടത്തിയത്. ഇവിടെ റേഷൻ വിതരണം നടത്തുന്ന ഗിരിജൻ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി, ലൈസൻസിയായുള്ള സൊസൈറ്റി കുടി, വെള്ളവരക്കുടി എന്നീ റേഷൻ കടയ്ക്കെതിരെ ഗുരുതരമായ ആരോപണമുയർന്നിരുന്നു. തുടർന്ന് പൊതുവിതരണ വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തി 65 മെട്രിക് ടൺ ഭക്ഷ്യധാന്യത്തിന്റെ കുറവ് കണ്ടെത്തുകയും ഇടുക്കി ജില്ലാ കളക്ടർ തുടർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടത്തുന്ന ഉന്നതതല അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഭക്ഷ്യ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മന്റെ നേതൃത്വത്തിൽ ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ പരിശോധന നടത്തിയത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് കട പ്രവർത്തിച്ചു വരുന്നത് എന്ന് കമ്മീഷൻ കണ്ടെത്തി. സൊസൈറ്റി കുടി റേഷൻ കട സന്ദർശിച്ചതിലും ആ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അപാകതകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലാണ് ഈ 2 റേഷൻ കടകളും. ആ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഒട്ടും അഭികാമ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇടമലക്കുടിയിലെ ഗോത്രവിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാത്ത സാഹചര്യത്തിന് ഉത്തരവാദിയായ റേഷൻ കട ലൈസൻസി അഖിൽ ജോസിനെതിരെയും റേഷൻ വിതരണം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ്, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ, ജെമി ജോസ് എന്നിവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.